ദക്ഷിണ ഭാരതത്തിലെ ചരിത്രപ്രസിദ്ധമായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമത്തിലുള്ള തീർത്ഥാടന ദേവാലയമാണ് ചമ്പക്കുളം കല്ലൂർക്കാട് സെൻറ് മേരീസ് ബസിലിക്ക ദേവാലയം. AD 427 ഈ ദേവാലയം നിർമ്മിക്കപ്പെടുന്നത്. ഏതാണ്ട് 2 നൂറ്റാണ്ട് പഴക്കമുണ്ട് ഇവിടെ യൗസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടുത്തെ ഊട്ടുനേർച്ച ഏറെ പ്രസിദ്ധമാണ്. കേരളത്തിലെ തെക്കൻ മേഖലകളിൽ നിന്നും തമിഴ്നാടിൻ്റെ വടക്കൻ മേഖലകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഈ തിരുനാളിൽ പങ്കെടുക്കുന്നത്. 25,000-ഓളം തീർത്ഥാടകരാണ് ഇക്കഴിഞ്ഞ നേർച്ച സദ്യയിൽ മാത്രം പങ്കെടുത്തത്. കുട്ടനാടിൻ്റെ പശ്ചാത്തലമനുസരിച്ച് വള്ളവും വെള്ളവുമായി ഇടപഴകിക്കിടക്കുന്നു. ആദ്യകാലങ്ങളിൽ ചമ്പക്കുളം പള്ളിയിൽ ഊട്ടുനേർച്ചയ്ക്കാവശ്യമായ സാമ്പാർ ഉണ്ടാക്കിയിരുന്നത് കെട്ടുവള്ളങ്ങളിലാണ്. വള്ളങ്ങൾ ഒരു സ്റ്റോറേജ് ടാങ്ക് പോലെയാണ് ഉപയോഗിച്ചിരുന്നത്. ഈ വള്ളങ്ങൾ കഴുകി വൃത്തിയാക്കി അതിൽ സാമ്പാറും കടുമാങ്ങയുമൊക്കെ സൂക്ഷിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് സിമൻറ്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്കിലേക്ക് മാറ്റി സാമ്പാർ സൂക്ഷിക്കുവാൻ തുടങ്ങി. 2006 മുതൽ കെട്ടുവള്ളത്തിൻ്റെ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ട ടാങ്കിലാണ് സാമ്പാർ സൂക്ഷിക്കുന്നത്. ഈ ടാങ്കിൽ 6000-ഓളം ലിറ്റർ സാമ്പാർ സൂക്ഷിക്കാമെന്നാണ് പള്ളി അധികൃതർ പറയുന്നത്. ചമ്പക്കുളത്തെത്തുന്ന ടൂറിസ്റ്റുകൾ അത്ഭുതത്തോടെയാണ് ഈ സാമ്പാർ തോണി കാണുന്നത്. കാണാം ചമ്പക്കുളത്തെ നേർച്ച വിശേഷങ്ങൾ. AD 427 ശിലാസ്ഥാപനം നടത്തിയ ഒരു ദേവാലയമാണ്. AD 431 കൗൺസിൽ ഓഫ് എഫേസുസ് കൗൺസിൽ നടന്നത്. അന്നാണ് ദൈവമാതാവായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തെ സഭ ഔദ്യോഗികമായിട്ട് ഒരു വിശ്വാസ സത്യമായിട്ട് മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഈ ദേവാലയം AD 427 സ്ഥാപിതമാകുകയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ പേരിൽ AD 427 തന്നെ സ്ഥാപിതമായി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ക്രിസ്തീയ സമൂഹം കൗൺസിൽ ഈ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മയെ ദൈവത്തിൻ്റെ മാതാവ് തെയോട്ടോക്കോസ്, മദർ ഓഫ് ഗാഡ് ആയിട്ട് നേരത്തെ തന്നെ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ വലിയൊരു ജീവിക്കുന്ന സാക്ഷ്യമാണ് ഈ ദേവാലയം. വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള ഭക്തി ഈ പ്രദേശത്തൊക്കെ വർദ്ധമാനമായത് ഒരു 150-നും 180-നും വർഷങ്ങൾക്ക് മുൻപാണ്. അതിനോടനുബന്ധിച്ച് ഇവിടെ ഊട്ടുനേർച്ചയുണ്ട്. വർഷങ്ങൾക്ക് പാരമ്പര്യമുള്ള ഒരു ഊട്ടുനേർച്ചയാണ്. ഔസേപ്പിതാവിൻ്റെ പേരിൽ ഇപ്പോൾ വെഞ്ചരിച്ച് എണ്ണ കൊടുക്കുന്നു. സാധാരണയായിട്ട് ഈ എണ്ണ തേച്ച് ക്രൈസ്തവ പാരമ്പര്യത്തിൽ എണ്ണയ്ക്ക് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ മാമുദീസായെ അനുസ്മരിച്ച് ഈ എണ്ണ തേച്ച് പമ്പയാറ്റിൽ കുളിക്കുക എന്നുള്ളത് ഈ തിരുനാളിൻ്റെ ഒരു പ്രധാനപ്പെട്ട കർമ്മം തന്നെയാണ്. പമ്പയാറ്റിൽ കുളിച്ച് ഈശോയുടെ തിരുശരീരക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് സ്നേഹവിരുന്നിൽ അഗാപ്പെ അതിൽ പങ്കെടുക്കുന്ന ഈ ഔസേപ്പിതാവിൻ്റെ ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു വലിയ പാരമ്പര്യം ഈ ദേവാലയത്തിനും ഇതിൻ്റെ പരിസരങ്ങളുമൊക്കെ ഉണ്ട്. അങ്ങനെ ഈ കുട്ടനാടിൻ്റെ വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള ഭക്തിയുടെ കേന്ദ്രമായി ഈ ബസിലിക്ക പതിറ്റാണ്ടുകളായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതും ഒരു ചരിത്ര സത്യം തന്നെയാണ്. ഈ പള്ളിയിലെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഈ രൂപം തീർത്ഥാടകനായ വിശുദ്ധ ഔസേപ്പിതാവിനെയാണ് അവതരിപ്പിക്കുക. ഔസേപ്പിതാവും മാതാവും ഉണ്ണിയും വഹിച്ചുകൊണ്ട് ഈജിപ്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന ഒരു പ്രത്യാശയുടെ തീർത്ഥാടകനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും നിരാശകളിലും വേദനകളിലും തകർച്ചകളിലുമൊക്കെ ദൈവഹിതത്തെ മാത്രം മുറുകെ പിടിച്ച് പ്രത്യാശയോടെ തീർത്ഥാടനം ചെയ്ത വിശുദ്ധ ഔസേപ്പ് നമുക്കെല്ലാവർക്കും ജീവിതത്തിന് ഓജസ്സും അനുഗ്രഹവുമായി തീരട്ടെ. തിരുവനന്തപുരം തീരപ്രദേശമാണ് പുല്ലൂള. അവിടെ നിന്നാണ് ഞങ്ങൾ വരുന്നത്. വരാനുള്ള കാര്യം, ഞങ്ങൾ ഏത് വേദനയോടുകൂടി ഔസേപ്പിതാവിനോട് യാചിച്ചാലും അത് ഞങ്ങൾക്ക് സാധിച്ചു തരുന്നുണ്ട്. ബസ് പിടിച്ച് ഞങ്ങളുടെ എല്ലാ അയൽവാസികളുമായിട്ടാണ് വന്നത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ കല്ലൂർക്കാട് പുറവനയിൽ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഏതാണ്ട് ഒരു 100 നൂറ്റാണ്ട് പഴക്കമുള്ള തിരുനാളാണിത്. കല്ലൂർക്കാട് ബസിലിക്ക ആയി കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയുള്ളെങ്കിലും വളരെ പഴക്കമുള്ള
ദേവാലയമാണ് ഞങ്ങളുടേത്. 1946 മുതൽ ഞാൻ ഇവിടെ വരെയാണ്. ഞാൻ വന്ന് എനിക്ക് വലിയ അനുഗ്രഹങ്ങൾ തന്ന്, എനിക്ക് മക്കളില്ല, 4 വർഷം വരെ മക്കളില്ല, ഞങ്ങളത് വിഷമിച്ച് ഈ മാതാവിൻ്റെ ആലയത്തിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ പ്രകാരം എനിക്കൊരു പൊന്നാര ഒരു മോളെ കിട്ടി. ആ മോളെ വച്ച് വളർത്തി ഇന്ന് ആ മോളും മോളുടെ സന്താനങ്ങളും വലുതായി വരികയാണ്. ഔസേപ്പിതാവിൻ്റെ കാരുണ്യം കൊണ്ട് ഇനി ഞാൻ ഒരു സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, മൂത്ത ചെറുമകന് വേണ്ടി. ഔസേപ്പിതാവേ നീതിമാനേ, ഔസേപ്പിതാവേ ഭാഗ്യവാനേ, ഔസേപ്പിതാവേ നീതിമാനേ, ഔസേപ്പിതാവേ ഭാഗ്യവാനേ. വചനം പേറിയ തോണിയേ, കൊടുങ്കാറ്റിലും തിരയിലും തകരാതെ കരുതലോടെ കരയ്ക്കണച്ച കർമ്മധീരനാം സൽപിതാവേ. വചനം പേറിയ തോണിയേ, കൊടുങ്കാറ്റിലും തിരയിലും തകരാതെ കരുതലോടെ കരയ്ക്കണച്ച കർമ്മധീരനാം സൽപിതാവേ.